സീത, എന്റെ മകൾ സിഹി നമ്മളെല്ലാരും വിട്ടുപോയോ? എന്റെ മകൾ സിഹി നമ്മളെല്ലാരും ഒറ്റയ്ക്കാക്കി പോയോ? സീത, സീത പ്ലീസ്, സീത കരയല്ലേ സീത, പ്ലീസ്. സീത പ്ലീസ് മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്തിനാ എല്ലാരും എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? നിങ്ങളും എന്നോട് സത്യം മറച്ചു വെച്ചില്ലേ റാം? നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ. മീമ, നിങ്ങൾക്ക് എല്ലാം അറിയായിരുന്നില്ലേ? നിങ്ങളും എന്നോട് സത്യം മറച്ചു വെച്ചല്ലേ? എന്തിനാ മീമ എന്നോടൊന്ന് പറയായിരുന്നില്ലേ? എങ്ങനെ പറയാനാ സീതെ? സിഹിയുടെ മരണവാർത്ത കേട്ട് സഹിക്കാനുള്ള ശക്തി നിനക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഞങ്ങളെല്ലാം. എന്നുവെച്ച് എല്ലാരോട് ചേർന്ന് എന്നോട് കള്ളം പറയണമായിരുന്നോ? പ്രിയ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? സീത, അത് മുത്തശ്ശ, നിങ്ങളും എന്റെ അടുത്തൊന്ന് സത്യം മറച്ചു വെച്ചോ? സിഹി മരിച്ച ശേഷം നിന്റെ അവസ്ഥ നല്ലതല്ലായിരുന്നു മോളെ. ഞങ്ങളെങ്ങാനും സത്യം പറഞ്ഞ ഞങ്ങൾക്ക് നിന്നെയും നഷ്ടപ്പെടുമായിരുന്നു. നീയൊരു പാവയെടുത്ത് സിഹി സിഹി എന്ന് പറയുമായിരുന്നു. അത് കണ്ട് സഹിക്കാതെ രാമൻ സിഹിയെ പോലെയുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും അവളെ സിഹിയായിട്ട് തന്നെ കരുതിയത്. എന്താന്നറിയില്ല മോളെ, നിന്നെ കൊറേ ദിവസം കഴിഞ്ഞ് കാണുന്നത് പോലെയുണ്ട് എനിക്ക്. അതുകൊണ്ടാ. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാ. നീ ഇങ്ങനെ സംസാരിക്കാറില്ലായിരുന്നല്ലോ, എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ? സിഹി, നിനക്ക് ചോക്ലേറ്റ് തിന്നാൻ പാടില്ല മോളെ. സിഹി, എന്താ ഇത്? എന്താ നീ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ? വാ, ഞാൻ ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷനോ? എന്തിനാ ഇഞ്ചക്ഷനോ എന്ന് ചോദിക്കുന്നത്? ഇരിക്കെ, ഞാൻ തരാം. എനിക്ക് വേണ്ട. അപ്പോ ഇവിടെ ഉള്ളത് എന്റെ സിഹിയല്ല, വേറെ ആരോ. സിഹി എന്താ ഇങ്ങനൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോടൊക്കെ ചോദിച്ചത് ഇതെന്റെ മകള് തന്നെയാണോന്ന്. അവള് സിഹി അല്ലായിരുന്നുവെന്ന് എനിക്കറിയായിരുന്നു മോളെ. അവളാണ് നിന്റെ അസുഖം ഭേദമാക്കാനുള്ള ഔഷധം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാ ഞാനൊന്നും പറയാതെ മിണ്ടാതിരുന്നത്. എന്താ രാമ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞുവെന്ന ചിന്തയാണോ നിനക്ക്? ഞാനത്ര വിഡ്ഢിയാണോടാ? സിഹിയും ഇവിടെ വന്ന കുട്ടിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. നമ്മുടെ സീതയ്ക്ക് വേണ്ടി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാതെ പോലെ നിന്നെന്ന് മാത്രം. എല്ലാരും ചേർന്ന് ഇത്രയും ദിവസം എന്നോട് കള്ളം പറയായിരുന്നു. പക്ഷെ ഈ സത്യം എത്ര കാലം നിങ്ങൾ മറച്ചു വെക്കുമായിരുന്നു? ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിരുന്നോ? സീത, നീ സമാധാനപ്പെടും മോളെ. നിന്റെ അപ്പോഴത്തെ അവസ്ഥയില് രാമന് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു സീത.
പാവ അവന്റെ അവസ്ഥ നിനക്കും കൂടി ഒന്ന് മനസ്സിലാക്കിക്കൂടെ? റാം, നിങ്ങൾക്ക് എന്നെ കുറിച്ച് നന്നായി അറിയാവുന്നതല്ലേ എനിക്ക് എന്താ ഇഷ്ടം എന്താ ഇഷ്ടമല്ല എന്നൊക്കെ. പിന്നെ എന്തിനാ റാം കള്ളം പറഞ്ഞത്? എനിക്ക് കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. പിന്നെ എന്തിനാ റാം ഇത്ര വലിയൊരു കാര്യം എന്റെ അടുത്തൊന്ന് മറച്ചു വെച്ചത്? റാം, ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, നിങ്ങൾ എന്നോട് എന്തിനാ കള്ളം പറഞ്ഞേ? നമ്മുടെ സിഹിക്ക് വേണ്ടിയാ സീത. സത്യ സീത, നമ്മുടെ ഈ സ്നേഹത്തിന്റെ കാരണമായിരുന്നു സിഹി. നമ്മുടെ ഈ ലൈഫിന്റെ എല്ലാം നമ്മുടെ സിഹിയായിരുന്നു. അവളുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങൾക്കും കാരണം നമ്മൾ മാത്രമായിരുന്നു. നമ്മുടെ സന്തോഷങ്ങൾക്ക് സിഹി സഡൻലി അവള് നമ്മളെല്ലാം വിട്ട് എങ്ങോട്ടോ പോയി സീത. ആ സത്യം നീ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. നിന്റെ ആരോഗ്യം ശരിയായിരുന്നില്ല. നിന്നെ അങ്ങനെ ഞാൻ കൈവിട്ടിരുന്നെങ്കിൽ സിഹിയുടെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല. നിന്റെ ഉത്തരവാദിത്തം സിഹി എന്നെ ഏൽപ്പിച്ച് പോയതാ സീത. നിന്നെ നന്നായിട്ട് ഞാൻ നോക്കുമെന്നുള്ള വിശ്വാസം എന്റെ മോക്ക് എന്നും ഉണ്ടായിരുന്നു സീത. ജീവനില്ലാത്തൊരു പാവയെ നോക്കി നീ സിഹിന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ സീത? നിന്നെ ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സിഹിയെ പോലെ ഒരു കുട്ടിയെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതൊക്കെ ശരിയാ സീത. നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി റാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അശോകും റാമും ചേർന്ന് സുബിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പെട്ട പാടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം ചെയ്തത് നിന്റെ നല്ലതിന് വേണ്ടിയാ സീത. രാമ, സീത തന്റെ കുട്ടി ജീവനോടെ ഇല്ല എന്നുള്ള സത്യം അറിഞ്ഞിട്ട് അവളുടെ മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ട് മോനെ. നീ വേണം പോയി സമാധാനിപ്പിക്കാൻ. ഇനി നീ അവളുടെ ധൈര്യം പോടാ. സീതമ്മ എന്തിനാ വിട്ടുപോയത് സിഹി? നിനക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നത്? സീതമ്മ ഭക്ഷണം എടുത്തതാ, സീതമ്മ ഇഞ്ചക്ഷൻ തായോ, എനിക്ക് പുതിയ ബെല്ലിയെ വാങ്ങിത്താ എന്നൊക്കെ പറഞ്ഞ് എന്റെ പിറകെ നടന്നല്ലേ നീ? നീ ഇല്ലാതെ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമോ? എന്തിനാ മോളെ എന്നെ ഇത്രയും പെട്ടെന്ന് വിട്ടുപോയത് നീ? ഈ സീതമ്മ നിനക്ക് അത്രയ്ക്ക് വേണ്ടതായിരുന്നോ? എന്താ സിഹി മിണ്ടാതിരിക്കുന്നെ? എന്തെങ്കിലും പറയുന്നേ. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താ. ഞാൻ നന്നായിട്ടിരിക്കാൻ വേണ്ടി അവരെല്ലാരും എന്നോട് കള്ളം പറഞ്ഞ. പക്ഷെ നീ ഇല്ലാതെ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് അവർക്ക് എങ്ങനെയാ മോളെ തോന്നിയത്? നിനക്കറിയോ മോളെ, നീ എന്റെ കയ്യിലേക്ക് വന്നപ്പോ അന്ന് വലിയ സന്തോഷമായിരുന്നു എനിക്ക്. ഡോക്ടർ വന്ന് പറഞ്ഞു ആ സറോഗേറ്റ് പാരന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ നിന്നെ വളർത്തിക്കോളാന്ന് പറഞ്ഞു. എന്റെ സ്വന്തം മകളായിട്ട് ഞാൻ നിന്നെ സ്വീകരിച്ചു മോളെ. അത് കഴിഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും വന്ന് ചോദിച്ചപ്പോഴും ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല മോളെ. എന്നിട്ട് നീ എന്തിനാ മോളെ എന്നെ വിട്ടുപോയത്? ഈ സീതമ്മേ, നീ എന്തിനാ മോളെ ചതിച്ചത്? എന്തിനാ മോളെ എന്നോട് ചതി ചെയ്തത്? സീതമ്മ, സീതമ്മ,
സീത, നീ ഇങ്ങനെ കരയുന്ന എനിക്ക് കാണാൻ വയ്യ. നമ്മുടെ മകളില്ല എന്നുള്ള സത്യം നീ അറിയുമ്പോൾ നിനക്കുണ്ടാവുന്ന സങ്കടം അതെനിക്കറിയാം സീത. പക്ഷെ എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും സീത? എനിക്ക് എന്റെ സീതയെ തിരിച്ചു വേണമായിരുന്നു. നീ എന്റെ പഴയ സീതയാവണമെങ്കിൽ നിന്റെ ലൈഫിൽ സിഹി വേണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് സീത. ഐ എം റിയലി സോറി സീത. സീത പ്ലീസ് എന്തെങ്കിലും പറ സീത. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നീ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് സീത. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റായിരിക്കും. പക്ഷെ നിന്റെ അന്നത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഐ വാസ് ക്ലൂലെസ്. എന്റെ അശോകന്റെ മുമ്പിലുണ്ടായിരുന്ന വഴി ഇത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഒന്ന് ക്ഷമിക്ക് സീത. ഐ എം റിയലി സോറി. ഭാഗ്യയുടെ മുഖം മൂടി ഇന്ന് അച്ഛന്റെ മുമ്പിൽ വലിച്ചു കയറണമെന്ന് കരുതിയതാ. പക്ഷെ അവള് സീത എല്ലാ സത്യങ്ങളും അറിയിച്ചു കളഞ്ഞു. മനുഷ്യ സ്ത്രീ അല്ല അവള്. ശരീരം മൊത്തം വിഷം നിറച്ചു വെച്ചേക്കുന്ന സർപ്പമാണ് അവള്. സീതയ്ക്കിനി എന്താണോ സംഭവിക്കാൻ പോകുന്നത്? ഭഗവാനെ, എന്റെ രാമനും സീതയ്ക്ക് നിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണേ. സത്യജിത്ത് ദേശായ്, ഈ ഭാർഗവിയുടെ സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അച്ഛന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ അവസരം കൊടുക്കണേ. അതിന് ധൈര്യം തരണേന്ന് പ്രാർത്ഥിക്കുവാണോ നീ? നീ പ്രാർത്ഥിച്ചോളൂ, സ്ട്രോങ് ആയിട്ട് തന്നെ പ്രാർത്ഥിച്ചോളൂ. അതിന്റെ കൂടെ ആ സീതയെ നിലനിർത്താൻ രാമന് ശക്തി കൊടുക്കണേ എന്നും കൂടി നീ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോ. ഇന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി നീ അഹങ്കരിക്കൊന്നും വേണ്ട. നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ അറിഞ്ഞിരിക്കും. ഇനി എത്ര കാലം നീ എന്നെ തോൽപ്പിക്കാനുള്ള പോരാട്ടം തുടരും സത്യ? എല്ലാവരുടെയും മുമ്പിൽ കിടന്ന് എന്തിനാ നീ ഇങ്ങനെ നാണം കിടന്നേ? ഈ വീട്ടില് എന്റെ കളിയുടെ മുമ്പില് നിന്റെ കളി വിജയിക്കാൻ പോകുന്നില്ല സത്യ. എപ്പോഴും നിനക്ക് മാത്രമേ വിജയം ഉണ്ടാവൂന്ന് കരുതരുത് ഭാർഗവി. ഇന്ന് നീ രക്ഷപ്പെട്ടു കാണും, പക്ഷെ ഇതേപോലെ ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല. രാമന്റെ കണ്ണ് നിറഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന നിനക്ക് സർവനാശം സംഭവിച്ചിരിക്കും. ഇതൊക്കെ പറയുന്നത് നീ തന്നെയാണോ സത്യ? വാവ്, നിന്റെ ആഗ്രഹങ്ങൾ കുറച്ച് കൂടിപ്പോയല്ലോ സത്യ. ഞാൻ ഹെൽപ്ലെസ് ആണ് സത്യ. അച്ഛന്റെ മുമ്പിൽ നീ എനിക്കൊരു കുറി വെച്ചു. അപ്പൊ ഞാനോ ആ കുറിയെടുത്തത് നേരെ സീതയ്ക്ക് ഇട്ടുകൊടുത്തു. ദാറ്റ്സ് ഓൾ. പാവം, അവളുടെ അവസ്ഥ കാണുമ്പോ ശരിക്കും പാവം തോന്നുന്നുണ്ട്. നിനക്കിനി അധിക ദിവസം ഇല്ല ഭാർഗവി. നീ ചെയ്ത കൊലപാതകങ്ങളുടെ പാവക്കർ നിന്നെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും നാള് നീ ഈ കുടുംബത്തിലെ റാണിയെ പോലെ നടക്കുമല്ലായിരുന്നോ? പക്ഷെ നീ ഇനി അത് പ്രതീക്ഷിക്കണ്ട. ആ കൊച്ചുകുട്ടിയുടെ മരണത്തിനും കാരണക്കാരി നീയാണെന്ന് എനിക്കറിയാം. ആ കുഞ്ഞിനെ കൊന്നു നീ സീതയെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയില്ലേ? ആ കുഞ്ഞ് തന്നെ നിന്നോട് പ്രതികാരം ചോദിക്കും. നീ കണ്ടോ? ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിന് ആ കുഞ്ഞു തന്നെ നാശം വരുത്തും. അയ്യോ, ഞാൻ പേടിച്ചു പോയി. സത്യ, ആ സിഹിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൾക്ക് എന്റെ അടുത്ത് പോലും വരാനാവില്ല. സുബി, സീതമ്മ എന്റെ ഫോട്ടോന് മുമ്പിലിരുന്ന് എന്തിനാ കരയുന്നേ? പോയി
ചോദിക്ക്. സീതമ്മ, സീതമ്മ, സീതമ്മ എന്തു പറ്റി? എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ? തൊട്ടുപോരുതന്നെ. ആരാ നീ? എന്റെ മകളാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് എന്തിനാ? സീത എന്തിനാ സുബി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അപ്പോ സീത എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നാണോ? ഞാൻ ആരാണെന്നോ? നിങ്ങളുടെ സിഹിയാ സീതമ്മ? ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? സീതമ്മ, എന്താ നിങ്ങക്ക് പറ്റിയത്? ഞാൻ സിഹിയാ, നിങ്ങളുടെ സിഹിയാ സീതമ്മ. മതിയൊന്ന് നിർത്ത്. എന്നോട് കള്ളം പറയണ്ട. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ ആരാണെന്ന് പറ. അയ്യോ ആഞ്ജനയ, ഞാൻ മരിച്ചുപോയ കാര്യം സീതമ്മയ്ക്ക് മനസ്സിലായോ? സീത വെറുതെ ഇവളോട്. നിങ്ങൾ മിണ്ടരുത് റാം. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്റെ മകൾ സിഹ അല്ലെങ്കിൽ പിന്നെ നീ ആരാ? പറയേ. അതെ, ഞാൻ സിഹി അല്ല. അശോക്, സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. സീതയെ കണ്ടിട്ടാണെങ്കിൽ എപ്പോ എന്ത് സംഭവിക്കുന്നു പോലും അറിയില്ല. ടെൻഷൻ ആവുന്നു. ഒന്നും സംഭവിക്കില്ല മോളെ. ദൈവം നല്ലവർ ഒരിക്കലും കൈവിടില്ല. നീ സിഹിയല്ലെന്ന് പറഞ്ഞാ പിന്നെ നീ ആരാ? നിന്റെ പേരെന്താ? എന്റെ പേര് സുബി. സീത, ഈ സുബി ആരാ? സുബിയെ എവിടുന്നാ ഞങ്ങളെ കൊണ്ടുവന്ന എല്ലാം ഞാൻ നിന്നോട് പറയാം. റാം, ഞാൻ സംസാരിക്കുന്നത് അവളോടാ, നിങ്ങളോടല്ല. അവളെ സംസാരിക്കാൻ വിട്. നീ പറ. എന്റെ പേര് സുബലക്ഷ്മി. എല്ലാരും എന്നെ സ്നേഹത്തോടെ സുബി എന്നാ വിളിക്കാറ്. ഞങ്ങളുടെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരത്താ ഉള്ളത്. ഞാനും ജാക്കി ചേട്ടനും കുട്ടിലിംഗവും കാവേരി ചേച്ചിയും മുത്തശ്ശനും ഒരേ വീട്ടിലുള്ളതാ. അന്നൊരു ദിവസം വീട്ടിലേക്ക് ഒരാൾ വന്നിരുന്നില്ലേ, അതാ എന്റെ മുത്തശ്ശൻ. എനിക്ക് ഈ ഫോട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഏതൊരു സീരിയലിലേക്ക് 5-നും 10-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ വേണോത്രേ. അതിനുള്ള ഓഡീഷൻ നടക്കുന്നുണ്ട്. നിനക്ക് ജാക്ക് പോട്ട് അടിച്ചു മോളെ. വേഗം എണീറ്റ് റെഡിയാവ്, എന്നിട്ട് ഓഡീഷന് പോ. ആരെങ്കിലും ഉണ്ടോ? നിന്റെ പേരെന്താ മോളെ? എന്റെ പേര് സുബി, സുബലക്ഷ്മി എന്നാ. ഞങ്ങൾ ഒരു സിനിമയും സീരിയലും ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഓഡീഷന് ഞങ്ങളുടെ സുബിയെ സെലക്ട് ചെയ്തതോ? സുബിയെ കാണാൻ സെയിം എന്റെ മകളെ പോലെ തന്നെയുണ്ട്. ഇവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കോ? ആദ്യം എനിക്കും ഇഷ്ടമായിരുന്നില്ല. എന്റെ വീട്ടുകാർക്ക് സഹായമാകുമെന്ന് കരുതിയാ ഞാൻ സമ്മതിച്ചേ. ഇത്രയൊക്കെ ചെയ്തതിന് താങ്ക് യു സുബലക്ഷ്മി. എനിക്ക് വേണ്ടിയാ ഇവരെല്ലാം നിന്നെ കൊണ്ട് കള്ളം പറയിച്ചത്. നിന്നെ കൊണ്ട് കള്ളം പറയിക്കാൻ പാടില്ലായിരുന്നു ഇവരൊക്കെ. നീ ഒരു കൊച്ചുകുട്ടിയല്ലേ. ഇവർക്കെല്ലാം വേണ്ടി ഞാൻ നിന്നോട് സോറി ചോദിക്കുക. ഇനി ഇങ്ങനെ നീ നാടകം കളിക്കണ്ട, കേട്ടല്ലോ? സീത, എന്താ നീ പറയുന്നേ?
നാടകം കളിച്ചതല്ല. നോക്ക് സുബി, നിന്നെ കാണാൻ എന്റെ മകളെ പോലെ ഉണ്ടാവും, പക്ഷെ നീ എന്റെ മകളല്ല. അതാ സത്യം. ശരിയാ സീതമ്മ, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാരും പറഞ്ഞത് കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ മകളായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്.